സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் എക്സ്ക്യൂസ് മീ, ഇങ്ങനെ ഐസിയുടെ മുമ്പിൽ കൂട്ടവും കൂടി നിൽക്കാൻ പാടില്ല. നിങ്ങളൊക്കെ അകത്തിടക്കുന്ന പയ്യന്റെ ആരായിട്ട് വരും? സോറി ഡോക്ടർ, ഞങ്ങളെല്ലാം ബ്രദേഴ്സ് ആണ്. ഐ മീൻ അവന്റെ സഹോദരങ്ങളാ. അവനെങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹീസ് ഓക്കെ. തലയുടെ പിറയിൽ ചെറിയൊരു അടി കൊണ്ടിട്ടുണ്ട്. അത് വലിയ ഹൈ ഇഞ്ചുറി ഒന്നും അല്ല, ചെറുതായിട്ടൊന്നും ബ്ലീഡ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോ സെഡേഷന്റെ മയക്കത്തില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എണീറ്റോളും. മേ ബി മോർണിംഗ് ആവും എണീക്കാനായിട്ട്. വേദന അറിയാതിരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് ഓർ നൈറ്റ് എല്ലാവർക്കും കയറി കാണാം. രാത്രിത്തോളം ആകുമ്പോഴത്തേക്ക് എണീക്കും. പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല, വേറെ ഇഞ്ചുറീസ് ഒന്നുമില്ല. കയ്യിൽ ചെറിയൊരു പൊട്ടലുണ്ട്, അല്ലാണ്ട് വേറെ പറയത്തക്ക ഒന്നുമില്ല. പക്ഷേ റേപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ മാരീഡ് ആണോ? ഐ മീൻ അങ്ങനെയല്ല, ശരീരത്ത് നന്നായിട്ട് ക്രൂവലായിട്ട് ഉപദ്രവിച്ച പാടുകളുണ്ട്. പഴയതും പുതിയതുമായിട്ടുള്ള പാടുകളുണ്ട്, നല്ലതായിട്ട് അടിച്ചതായിട്ടൊക്കെ. സോ ഞങ്ങൾക്കിത് പോലീസ് കേസ് ആക്കേണ്ടതാണ്. പിന്നെ ദേവസാറിന്റെ വീട്ടിലെ കാര്യമായത് കൊണ്ടാണ് ഞങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നത്. പക്ഷെ എല്ലായ്പ്പോഴും ഇത് പ്രതീക്ഷിക്കണം സാർ. അതെന്താ നിങ്ങളൊന്ന് അന്വേഷിക്കാൻ നോക്ക്. ഏതായാലും ആ പയ്യനെ നല്ല ഉപദ്രവിച്ചിട്ടുണ്ടാരോ, അത് നിങ്ങൾ തിരക്കാൻ നോക്ക് ഏതായാലും, കേട്ടോ? ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്റെ കർത്താവേ, ദേവമ്മയോട് എന്താ പറയും സിദ്ധു? എന്തൊക്കെയാണോ ഇത്? ഓ, അപ്പൊ രാമ അമ്മയോട് എന്ത് പറയുന്നല്ലേ ചിന്തിക്കുന്നത്? അകത്ത് കിടക്കുന്ന എന്റെ കാര്യം കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആരോടെ അവനെ പറഞ്ഞു വിട്ടെ? എല്ലാരും കൂടെ ആരോടെ പറഞ്ഞു വിട്ടെ? എവന്റെ കൂടെ അല്ലേ? ചോദിക്ക്. എന്തായാലും ചോദിക്കാത്തെ? എന്താ നിങ്ങളുടെ വീട്ടിലുള്ളവർ ചെയ്യുന്നത് തെറ്റല്ലേ? ഞങ്ങൾ ചെയ്താൽ മാത്രമേ തെറ്റാവത്തുള്ളൂ. ചോദിക്ക്. ഇന്ദ്ര, അച്ഛൻ നിന്റെ കാല് പിടിക്കാം. ഇത് നീയാ ചെയ്തെന്ന് മാത്രം പറഞ്ഞേക്കല്ലേ മോനെ, സഹിക്കാൻ പറ്റത്തില്ല. അത് വിചാരിച്ച് ദേവച്ചനും മുത്തശ്ശനും ആരും നിൽക്കണ്ട. അവനെ കൊന്നാലോ അത് പറയത്തില്ല. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അത് അവനാ ചെയ്തേ. സ്വന്തം കൂട്ടുകാരന്മാർക്ക് അകത്ത് കിടക്കുന്നവനെ കൂട്ടിക്കൊടുക്കാൻ നോക്കിയവനാ. പിന്നെ ഇത് ചെയ്യത്തില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാലും അകത്ത് കിടക്കുന്നോട് ചോദിച്ചാലേ പറയത്തില്ല ഇവനാ ചെയ്തേന്ന്. അത്രക്ക് ഇഷ്ടമാ അകത്ത് കിടക്കുന്നവൻ ഇവനെ. വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞ കള്ളാണെങ്കിൽ ഈ നിൽക്കുന്ന റാമിനോടും ഈ നിൽക്കുന്ന കഷിനോട് ചോദിച്ചു നോക്ക്. പോട്ടെ, സിദ്ധുവേട്ടനോട് ചോദിച്ചു നോക്ക്. പറയത്തില്ല എവനാ ചെയ്തേന്ന്. ഇവൻ ജെനിഫറിനോട് കിടക്കുന്ന അവൻ കണ്ണുകൊണ്ട് കണ്ടു. നിങ്ങൾക്കറിയോ? കണ്ണുകൊണ്ട്. എന്നിട്ട് അതിന്റെ ദേഷ്യത്തിന് കാണിച്ചതവൻ. എന്തോ അഗി നീ പറയുന്ന വർഷങ്ങളായിട്ട് ഇഷ്ടമാണോ? അതെ, ഇന്ന് ആ സമയം
അവൻ എവനോട് തോന്നിയ പ്രണയത്തിന്റെ ആ സമയത്തിന് ഏറ്റവും കൂടുതൽ ശപിക്കുന്ന ഞാനാ. നിങ്ങൾക്കറിയോ എന്തിന്? അതുകൊണ്ടല്ലേ ആ ഭാഗത്തിടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത്, ഈ നശിച്ചവനോ കെട്ടിയിട്ട്. അഗി, ഞാൻ ചെയ്തെന്ന് ചെയ്തില്ല എന്ന് പറയുന്നില്ല എന്നും പറഞ്ഞ് ആവശ്യമില്ലാത്തായിട്ട് കൂടെ കൂട്ടി പറയണ്ട. അകത്തിടങ്ങുന്നവന് എന്നെ വർഷങ്ങളായിട്ട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാലേ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ദ്ര, നീ മിണ്ടരുത്, നീ വാ തുറക്കരുത്. അതിന് സമയമാകുമ്പോ പറയും. നീ പറ ഗിയേട്ടാ. ഇനിയിപ്പോ ആദം സക്രിയ ജോണിന് കൂട്ടുകാരന്റെ ഭാഗത്തല്ല എന്നുള്ള വക്കാരം പിടിക്കാലോ അല്ലേ? ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം ആദം സക്രിയ ജോൺ അതിന്റെ ഇടം കൈയാന്ന്. കൂട്ടുകാരൻ ചെയ്യുന്ന എല്ലാം ആദമിന് അറിയായിരിക്കുമല്ലോ അല്ലേ? അതോട് കൂടുതൽ നല്ല വിളിച്ച അമ്മയുടെ ആദം നീ. ബാക്കി ഞാൻ പറയാം. പണ്ടെങ്ങും നശിച്ച നേരത്ത് കുടുംബ വീട്ടിൽ വന്നപ്പോ അവനോട് തോന്നിയതാ ഇവിടെ വരെ എത്തി. ഞാൻ അവന്റെ കാല് പിടിച്ച് പറഞ്ഞതാ, മുത്തശ്ശ കല്യാണം ഇവനെ കഴിക്കണ്ട കഴിക്കണ്ട. കേട്ടില്ല മുത്തശ്ശ, കേട്ടില്ല. കരയില്ലേ മോനെ, കരയില്ലേ? മുത്തശ്ശൻ ചോദിക്കാം, കരയില്ലേ? ആദ്യമേ നീ അവനെ കൊണ്ടുപോയി അവിടെ പോയി. ഇന്ദ്ര, ഞാൻ നിന്റെ അടുത്ത് ഒന്നേ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ കാര്യം, അവനെ അടിച്ചതും അവനെ റേപ്പ് ചെയ്തതും നീയാണോ അല്ലേ? നീ മാത്രമേ അവന്റെ വീട്ടിലുള്ളൂ. അഖില് പറഞ്ഞ പോലെ കൂട്ടുകാരന്മാർക്ക് വരെ നീ പിടിച്ചു വെക്കാൻ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ദ്ര പറ, നീ അല്ലല്ലോ മോനെ അത് ചെയ്തേ? മുത്തശ്ശ, അച്ഛ അത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ. അറിഞ്ഞോണ്ടല്ല അച്ഛ, ഒന്നും അറിഞ്ഞോണ്ടല്ല. മിണ്ടരുത്, നീ മിണ്ടരുത്. നിന്നെ ജനിപ്പിച്ച എനിക്ക് തന്നെ നിന്നെ കൊല്ലാൻ അനുവാദമുണ്ട്. അത് നീ മറക്കരുത്. എനിക്ക് തന്നെ ഉണ്ടായവനാണോടാ നീ. ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നു പോരുത്. എനിക്ക് പറ്റിയ ഈ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാ നീ. അത് ഇപ്പൊ ഉറപ്പായി എനിക്ക്. ആദ്യമൊക്കെ നിന്നെ വെച്ച് നോക്കുമ്പോ അവനൊക്കെ ദൈവമാ, ദൈവം. എനിക്കാ തെറ്റുപറ്റിയ എല്ലാ കാര്യത്തിനും എനിക്കാ തെറ്റുപറ്റിയ. ഒരിക്കലും ഒരിക്കലും അതുപോലൊരു അപ്പാവിയെ നിന്നെ പിടിച്ചേൽപ്പിക്കരുതായിരുന്നു. എനിക്കാച്ചാ തെറ്റുപറ്റിയത്. ഞാൻ നിന്നോട് പറഞ്ഞതാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേന്ന്. നീ കേട്ടില്ല. ഇവന്റെ സ്ഥാനത്ത് അഖിലായിരുന്നെങ്കിലും ഈ ഗതി വരൂലായിരുന്നു, ഒരിക്കലും വരൂല. ഇവന്റെ ദേഹത്തോടുന്നത് നിന്റെ രക്തമല്ല, അവന്റെയാ. ഇവന്റെ വലിയച്ഛന്റെ, ബാസുവിന്റെ. അതാ ഇവൻ ഇത്രയ്ക്ക് നീചനായി പോയത്, കണ്ണി ചോരയില്ലാത്തവനായി പോയത്. എന്റെ ചെറുമക്കളെ ലിസ്റ്റിൽ ഇനി അവ ഉണ്ടാവില്ല. ദേവാ, കളഞ്ഞു ഞാൻ അവനെ എന്നേക്കുമായിട്ട്. ഹോ, രണ്ടടി കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാം തീരുമല്ലേ? അല്ലേ ഇന്ദ്ര? നീ ഇനി അനുഭവിക്കാൻ പോകുന്ന ഓരോ നിമിഷവും നീ ചത്ത് ജീവിച്ചുകൊണ്ടിരിക്കും. നീ ഓർത്തോ? ഞാൻ മാത്രമല്ല, അവന്റെ കൂടെ ജനിച്ച് കഴിഞ്ഞ 10-21 വർഷം അവന്റെ കൂടെ വളർന്ന ഒരുത്തനും കൂടെ ഉണ്ട്. ഇത് ഓർത്തോ? ഇനി നീ അനുഭവിക്കാൻ പോകുന്ന ഓരോ സെക്കൻഡും അവൻ നിശ്ചയിക്കും പോലെ ആയിരിക്കും. ഓർത്ത് വച്ചോ നീ. കാശി, എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? ആ, എന്താ ഞാൻ പറഞ്ഞേ? അവൻ പറഞ്ഞിട്ടാ എല്ലാം ഞാൻ കണ്ണടച്ചത്. അവൻ പറഞ്ഞിട്ടാ. ഇനിയില്ല. എന്റെ കർത്താവ്, മുത്തശ്ശി, ഇനി എന്തൊക്കെ നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ രണ്ടുപേരെ കണ്ടു, അവനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
അവരകത്ത് കിടക്കുന്നവരെന്ന് പറഞ്ഞാൽ ചാവും. ദേവമ്മേനെയും ശിവങ്കളിനേക്കാളും അവന് ജീവനാക്കിച്ചു എന്ന് പറഞ്ഞു. അവ ഒന്നും ചെയ്യാൻ മടിക്കൂല. ഇതൊക്കെ അറിഞ്ഞ അവ ഇപ്പൊ എല്ലാം വിളിച്ച് പറയും. അതിനാ പോയത്. കാശി എല്ലാം പറയും, എല്ലാം പറയും. പറയട്ടെ റാമേട്ടാ, അറിയണ്ടേ? അവൻ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അവനും അവന്റെ സഹോദരനല്ലേ. പറയട്ടെ. പിന്നെ എവന് കിട്ടാനുള്ളത് അത് കിട്ടണ്ടേ? അതൊക്കെ കിട്ടാനുള്ളതാണല്ലോ. അല്ലാതെ വേറൊന്നിനല്ലല്ലോ. തൊന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാതെ ഉണ്ടാക്കി കളഞ്ഞ നിന്നെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അകത്ത് കിടക്കുന്നതിന് വല്ലതും സംഭവിച്ച ഒപ്പം നീ അറിയും ഏക്കെ ആരാന്ന്. ഋഷി, ജോണല്ലേ ആശുപത്രി കൊണ്ടുവന്നെന്ന് പറഞ്ഞേ? അവനെവിടെയും കാണും. നീ പോയി അവനെ നോക്ക്. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. ദേവ, അത് അന്ന് കല്യാണത്തിന് വീട്ടിൽ വന്ന പയ്യനല്ലേ? അന്ന് രാത്രി വന്നതാച്ചാ. കിച്ചുവിൻ്റെ ഒക്കെ പരിചയക്കാരെന്നാ പറഞ്ഞത്. ദേവികയായിട്ട് എന്തോ ബിസിനസ് ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്കറിയില്ല ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. ദേഹഭൂത് അറിഞ്ഞ അവൾ എന്നെ വിശ്വസിച്ചല്ലേ അച്ഛാ. റാമേട്ടാ, വന്നാള് AK എന്നല്ലേ പറഞ്ഞേ? റാമേട്ടൻ അറിയത്തില്ലേ ഈ അലക്സ് എന്ന് പറഞ്ഞ ഇപ്പൊ വന്ന ആളെ? ഇല്ലടാ, 1-2 തവണ അച്ചുവിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് അതാരാന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം അച്ചുവിനും കിച്ചുവിനും അറിയായിരിക്കും. എനിക്കൊരു പിടിയില്ല. കാശിയെല്ലാം അച്ചുവിനോട് പറഞ്ഞാണ്. എന്റെ ശരീരം തളരുക. സിദ്ധു, എനിക്കറിഞ്ഞൂടെ സിദ്ധു ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അകത്ത് കിടക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാ. പിന്നെ ഈ നശിച്ചവൻ എന്തെങ്കിലും സംഭവിച്ചാ അതിന് ഞങ്ങളെ കുടുംബത്തിന് ബാധിക്കുന്ന കാര്യമല്ല. അച്ഛനും മുത്തശ്ശനും ആർക്കും ഇവനിനി എന്ത് സംഭവിച്ചാലും ആരും ഇടപെടാനോ ചോദിക്കാനോ പോവത്തില്ല. അകത്ത് കിടക്കുന്നവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും. ഇനി ഇവൻ ആർക്കും പ്രിയപ്പെട്ടതാവത്തുമില്ല. അങ്ങനെ തന്നെ അല്ലേ ആദമേ? അതങ്ങനെ തന്നെയാ സിദ്ധുട്ടാ. ഞാൻ നിന്നോട് പറഞ്ഞല്ല ഇന്ദ്ര, വേണ്ട വേണ്ടാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അവനെ വച്ച് വേണ്ട. കല്യാണത്തിൻ്റെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ കേട്ടില്ല. വയ്യടാ, എല്ലാത്തിനും കൂട്ടിയിരുന്നു. നീ കാണിച്ച എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും ഇതിനെന്നെ കൊണ്ട് വയ്യ. നീ ഇനി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് കൂടിപ്പോയി. സോറിടാ. ഇപ്പൊ എനിക്ക് കാശിയുടെ അനിയനും കാശിയുടെ ഫാമിലിയൊക്കെ തന്നെയാണ് വലുത്. റിയലി സോറി. നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അഗിയേട്ടാ, കിച്ചു എവിടെ? എന്താ പറ്റിയേ? നീ വന്നോ? ഓഫീസിലായിരുന്നോടാ ഞാൻ വിളിച്ചപ്പോ? എന്ത് പറ്റേ? നിക്കല്ലേ നിന്റെ ആത്മാർത്ഥ പ്രണയം റേപ്പ് ചെയ്തിട്ടേക്കുന്നുണ്ട് അകത്ത്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കുന്ന മഴയത്ത് രാത്രി. നീ എവനാണല്ലോടാ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന? I'm shame of you bastard. നിന്നെപ്പോലൊരു പുളുന്താനം സ്നേഹിച്ചതിന് കാണാൻ പറ്റില്ലേ? ഇല്ല അസി, അവൻ എണീറ്റ് കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ രാത്രിയാവും, ചിലപ്പോൾ നേരത്തെ എണീക്കും. എന്നാൽ നമുക്ക് കാണാം. എണീറ്റാ മതിയായിരുന്നു. ഇല്ല ജോണെ, നീ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞങ്ങൾ അറിഞ്ഞത്. ഇല്ല AK എത്തിയിട്ടില്ല. ഞങ്ങൾ വിളിച്ച് പറഞ്ഞായിരുന്നു. അല്ല, നിന്നോട് ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞപ്പോഴേക്കെ പറഞ്ഞു അത് ഈ ഇന്ദ്രിയാവാനാ സാധ്യത. ഇല്ല, ഇപ്പോൾ ഉറപ്പായി. ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, ഞങ്ങൾ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തന്നെ കേട്ടു. ഇല്ല, ഞങ്ങൾ AK വിളിച്ച് പറഞ്ഞു. സ്പോട്ടിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇല്ലടാ, നീ വാ, നമുക്ക് ഡോക്ടറെ അടുത്ത് അലസിച്ച് അങ്ങോട്ട് പോയിക്കാം. നമുക്കൊന്ന് നമസ്കാരം. ദേവശങ്കർ ആൻഡ് ആനന്ദശങ്കർ.
ഞാൻ ജോൺ എബ്രഹാം. എന്നെ അറിയാൻ സാധ്യതയില്ല. ഞാൻ AK ഗ്രൂപ്പ്സിൻ്റെ സിഇഒയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഐ മീൻ ഒരു PA സെക്രട്ടറി അങ്ങനെയൊക്കെ ആയിട്ട് വരും. ദേവശങ്കറെ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ സൈൻ വാങ്ങാൻ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും ഋഷിയും കൂടെ. അന്ന് ദേവശങ്കർ ഞങ്ങളെ കണ്ടില്ല, പക്ഷേ നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ മീൻ AK ഗ്രൂപ്പ് അറിയായിരിക്കുമല്ലോ അല്ലേ? ഞാനാണ് കിച്ചുവിനെ, ഓ സോറി, കാളിദാസിനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മഴയായിരുന്നുകൊണ്ട് ഞാൻ ആളാരാന്ന് കണ്ടില്ല. റോട്ടിൽ കരഞ്ഞും കൊണ്ട് എന്തോ നടന്നു വരുമായിരുന്നു. എൻ്റെ കാർ കൊണ്ട് തട്ടിയതിന് കാളിദാസിനൊരു കുഴപ്പമില്ല. പക്ഷേ കാളിദാസിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കൊണ്ടുവന്ന ടൈം തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം തന്നെ ഞാൻ AK ഗ്രൂപ്പ്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിവിടെ വന്നത്. ഐ മീൻ ജോൺ, ബാക്കി ഞാൻ പറയാം. ദേവിക മേഡമായിട്ട് ഞങ്ങൾക്ക് നല്ല കണക്ഷനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാളിദാസിനെയും കാശിനാഥിനെയും അങ്കിതിനെയൊക്കെ അറിയാം. അതുകൊണ്ടാണ്. ഓ, വളരെ ഉപകാരമുണ്ട് മോനെ. മോനോട് എത്ര നന്ദി പറഞ്ഞാലും വേണ്ടൂല. മോൻ അറിയാതെ തട്ടിയതാണെങ്കിലും കളഞ്ഞിട്ട് പോയില്ലല്ലോ റോട്ടിൽ. ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ കളഞ്ഞിട്ട് പോകാനും റോട്ടി ഇറക്കി വിടാനൊക്കെ ഈ നിൽക്കുന്ന നിങ്ങളുടെ ചെറുമോനെ പോലെ അല്ലല്ലോ ആനന്ദശങ്കരൻ ഞാൻ. ഓ സോറി, ഞാനെല്ലാം മുഖത്തോക്കി പറയുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എന്നെ ആരാ മുമ്പില് ഏജിന്റെ ഡിഫറൻസ് എന്താ, അല്ലെങ്കിൽ ബഹുമാനിക്കണോ വേണ്ടേ, ഇമാതിരി നോട്ടമൊന്നും കാണത്തില്ല. പിന്നെ എന്നെ ഇത്രത്തോളം വളർത്തിയെടുത്ത് AK സാറിന്റെ വേണ്ടപ്പെട്ട ആളാവുമ്പോൾ പറയണ്ടല്ലോ. എനിവേ, പോലീസിൽ അറിയിക്കേണ്ട കേസാ. പക്ഷേ AK സാറിന് അവിടുത്തെ കോള് വന്നിട്ടുണ്ടായിരുന്നു ഇത് അറിഞ്ഞതിന് ശേഷം. പോലീസിൽ അറിയിക്കേണ്ടാവും. ഞങ്ങളുടെ റിക്വസ്റ്റും പിന്നെ ദേവശങ്കർ എന്ന് പറയുന്ന ആളെ ഇവിടുത്തെ ഡോക്ടേഴ്സിന് അറിയാമെന്നുള്ളതും കൂടെ കൊണ്ടാണ് ഇത് പോലീസിൽ അറിയിക്കാത്തത്. ഇതിനുള്ളത് സാറേനെ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാറും ഇന്ദ്രജിത്തുമായിട്ട് ആയിക്കോളുമല്ലോ, വെറുതെ എന്തിനാ ഇതിനിടയിൽ പോലീസ്. എന്തായാലും നിങ്ങളുടെ ഫാമിലി ഡ്രാമയൊക്കെ നടക്കട്ടെ. കാശി എവിടെ? കാശി ഐ തിങ്ക് ഹീസ് കോളിങ് അച്ചുവിനെ വിളിക്കുമെന്ന് തോന്നുന്നേ. ഓ സാറ് വരുന്നുണ്ടോ? ഐ മീൻ എന്തു പറഞ്ഞു വിളിച്ചപ്പോ? ജോണേ, എന്നതാടാ? നീ ഇന്നലെ രാത്രി വന്നല്ലേ? ഒറ്റളക വരെ രാവിലെ ആയില്ലേ? വല്ലതും കഴിച്ചായിരുന്നോടാ? നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോയിക്കോ. ഇനിയിപ്പോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങളെ വന്നില്ലേ, നീ വിട്ടോ. അത് വേണ്ട ചെയ്യാം. ഞാൻ സാറ് വന്നിട്ട് പോവാം. അല്ല, അത് ശരിയാവത്തില്ല. എനിക്കൊരു സമാധാനം കാണത്തില്ല. എന്നെ സാർ അതിന് ശേഷം വിളിച്ചതുമില്ല. സാർ വരുന്നുണ്ടോ? രാത്രി എത്തും. അവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞത്. നിങ്ങൾ വാ, നമുക്ക് കുറച്ച് മാറി നിൽക്കാം. എന്തൊക്കെയാ റാമ ഇത് നടക്കുന്നേ? ആരാ ഇവരൊക്കെ? ജോണ് അവൻ ആശുപത്രി കൊണ്ടുവന്നതാ. സാറ് AK ഇതെന്താ ഇവിടെ നടക്കുന്നേ? നീയല്ലേ പിള്ളേരെ നോക്കിയത്? നീ പിള്ളേരെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ദേവു AK കമ്പനിയായിട്ടുള്ള ബന്ധം ഇതൊന്നും എന്നിട്ട് നിനക്കറിയത്തില്ലേ? അച്ഛനെന്തിനാ ഇച്ചായനോട് അതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നേ? അകത്ത് അച്ഛന്റെ പുന്നാര മോനുണ്ടല്ലോ, ഇതുവരെ തല്ലാതെ തലോടി വളർത്തിയവൻ, പീഡിപ്പിച്ച് ഒരുത്തൻ ഇട്ടിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് മാത്രം അച്ഛപ്പ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് ഇതുപോലുള്ള ലോക വിവരങ്ങൾ അച്ഛൻ അറിയണ്ട. അവനെ നിലയ്ക്ക് വളർത്താത്തോണ്ടാ ബാക്കിയുള്ളവരോട് ഇപ്പൊ നാണം കെട്ടി നിൽക്കുന്നേ ഇതുപോലെ ആൾക്കാർ വരുമ്പോ. ഇനി നാണം കെടാമെന്ന് ആരെടുത്താന്നറിയോ? അവന്റെ ഒരു സഹോദരൻ കൂടിയുണ്ട്. അവൻ വരുമ്പോ അനുഭവിക്കാൻ പോവാ എല്ലാരും. തൊലി ഉരിഞ്ഞാ നിൽക്കുന്നേ ഇതുപോലൊരു ജന്മത്തിന്റെ ചേട്ടനായിട്ട്. ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ ഇന്ദ്ര? സ്നേഹിക്കുന്നവനെ പോലും പിടിച്ചണക്കി അറിഞ്ഞൂടാത്ത നീ ഒരു മനുഷ്യനാണോ ഇന്ദ്ര? ഒരിക്കലും അല്ല. ആസിം
നിനക്ക് അവനോടും അവന് നിന്നോടും തോന്നിയത് മാത്രമല്ല യഥാർത്ഥ പ്രണയം. എന്നെ കൊണ്ട് നീ പഴയതൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് നിന്നെ ഇപ്പോഴും എന്താ ഇന്ദ്ര കൈയൊഴിയാൻ പറ്റാത്ത? എല്ലാം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ ചിലപ്പോൾ. പക്ഷെ ഇതിന് ഞാൻ കൂട്ട് നിൽക്കൂല ഇന്ദ്ര, പറ്റൂല എന്നെക്കൊണ്ട്. സോറി. ഞാൻ തെറ്റുകാരനാ, സമ്മതിച്ചു. അടിക്കേണ്ടവർക്ക് ഇനിയും അടിക്കാം, അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ അതും ആവാം. നിന്ന് തരാം. എന്തിനാന്ന് വെച്ചാ എനിക്കാ തെറ്റുപറ്റിയത്. എല്ലായിടത്തും എനിക്കാ തെറ്റുപറ്റിയത്. അതെ, കയറി കാണണമെന്നുള്ളവർക്ക് കാണാട്ടോ. ആ പയ്യൻ എണീറ്റിട്ടുണ്ട്. ഹീസ് ഓക്കെ, ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വല്ല മെമ്മറി ലോസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാണുമെന്ന്. ചെറിയ തട്ട് കിട്ടിയാലും പറയാമല്ലോ, തലയല്ലേ. പക്ഷേ ഹീസ് ഓക്കെ. ആരാ ഇന്ദ്രയെ കാണണമെന്നും പറഞ്ഞ് അകത്തിരുന്ന് ഒച്ച വയ്ക്കുന്നത്. എന്തായാലും എല്ലാവർക്കും കയറി കാണാം, കുഴപ്പമില്ല. ICU വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്, തൊട്ടടുത്ത് തന്നെ. പോയി കണ്ടിട്ട് അധികം നേരം അവിടെ നിന്ന് അധികം സ്ട്രെയിൻ ചെയ്യിക്കാനൊന്നും നിൽക്കണ്ട, തലയ്ക്കല്ലേ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആവും. ഇപ്പൊ കാണണമെന്നുള്ളവർക്ക് കയറി കാണാം. ചെല്ല്. കൊണ്ടോടാ പുല്ലേ, ഇപ്പോഴും അവൻ നിന്നെയാ ചോദിക്കുന്നത്, നിന്നെ മാത്രം. എത്ര കിട്ടിയാലും അവൻ പഠിക്കത്തില്ല. കാശി, പോയി കണ്ടിട്ടോ, ചെല്ല്. കിച്ചു, നീ എന്തിനാ എണീറ്റ് നിൽക്കുന്നേ? നിനക്ക് കിടന്നൂടെ? വയ്യാത്തല്ലേ? എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കാശിയേട്ടാ. ഇതാ എന്നെ നോക്ക്, എൻ്റെ മുഖം കണ്ടിട്ട് വല്ല കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ തല ഇവിടെ ഇടിച്ചു പൊട്ടി ചോര വന്നതാ. അവിടെ അവർ മറ്റേ സാധനം വെച്ച് ഒട്ടിച്ചു. ഇങ്ങനെ കെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞേ കെട്ടണ്ടാന്ന്. എനിക്കൊരു കുഴപ്പമില്ല കാശിയേട്ടാ. എനിക്ക് ഇന്ദ്രയെ കാണണം. ഇന്ദ്ര വിളിക്ക്. ഞാൻ ഇന്ദ്ര പറയണത് കേൾക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ. എനിക്ക് ഇന്ദ്രയെ കാണണം. എന്റെ പൊന്നു കിച്ചു, നിനക്ക് ഇനിയും മതിയായില്ലേ? ഇങ്ങനെ കള്ളം കൊണ്ട് നീ കൂടാരെ കെട്ടണ്ട അവനെ പുണ്യാളനാക്കാൻ വേണ്ടി. എല്ലാം അറിഞ്ഞു എല്ലാരും. ഡോക്ടർ പറഞ്ഞു നിന്നെ അവർ റേപ്പ് ചെയ്തു. നീ ഒളിപ്പിച്ചാലും ഡോക്ടർമാരത് ഒളിപ്പിക്കൂല. നന്നായി വന്ന ടൈമിൽ നിനക്ക് ബോധമില്ലാത്തത്. ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ പറഞ്ഞേനല്ലോ, ആരോടും ഒന്നും പറയണ്ട. എന്തിനാ കിച്ചു? നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അവൻ നിന്നെ തല്ലുമായിരുന്നു എന്ന്? നിന്റെ ശരീരം മുഴുവൻ പാടാടാ. ഒന്ന് കാണിച്ചുകൂടായിരുന്നു കിച്ചു? എന്തിനാടാ ഇങ്ങനെ കിടന്നത് പട്ടിയെ പോലെ? എന്താ നിനക്ക് കാശിയായിട്ട് കൂടെ വരാൻ പറയുമ്പോഴൊക്കെ വെറുതെ ആയിട്ട് തോന്നിയോ? അതോ നിനക്ക് കാശിയേട്ടനെയും അച്ഛനെങ്ങാനും വലുതായിരുന്നു അവൻ? അപ്പൊ കാശിയേട്ടനെല്ലാം അറിഞ്ഞോ? അങ്ങനെയല്ല കാശിയേട്ടാ, എനിക്ക് അച്ഛനും അമ്മയും കാശിയേട്ടനും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ദ്ര. പക്ഷെ കൊണ്ടുപോയാൽ പിന്നെ ഇന്ദ്രയുടെ അടുത്ത് വിടില്ലല്ലോ. അതാ ഞാനൊന്നും പറയാത്ത. ഇന്ദ്രനൊന്നും പറയല്ലേ കാശിയേട്ടാ, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. അമ്മ പറഞ്ഞിട്ടില്ലേ കാശിയേട്ടാ നമ്മളോട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാ നമ്മൾ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെയാ, അല്ലാണ്ട് എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്നോട് പറയുമല്ലോ നോക്കിപ്പോണം നോക്കി വരണമെന്നൊക്കെ. ഒന്നും പറയലേ കാശിയേട്ടാ, അവരെല്ലാരും അറിഞ്ഞോ? എന്നിട്ട് നീ അവനെ ന്യായീകരിക്കല്ലേ കിച്ചു? അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. അറിയേണ്ടവനും അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അച്ചു. താമസിക്കാതെ ഇങ്ങ് എത്തും. പിന്നെന്താ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കിച്ചു. നീ ഏട്ടല്ലേ ഒളിപ്പിച്ചു വെച്ചത്? അച്ചു അറിഞ്ഞോ? എന്തിനാ കാശിയേട്ടാ പറഞ്ഞേ? അവനെ കാശിയേട്ട അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അവൻ എന്തിനെ കൊല്ലും. എനിക്കിപ്പോ എന്തിനെ കാണണം. കാശേട്ടൻ എന്തിനെ വരാൻ പറ, എന്തിനെ വരാൻ പറ, എന്തിനെ വിളിച്ചോണ്ടോ കാശേട്ടാ. എനിക്കിപ്പോ എന്തിനെ കാണണം. കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ. നിന്നെ എന്തുമാത്രം അവൻ ഉപദ്രവിച്ചു. അവൻ ചാവേണ്ടവൻ തന്നെയാ. എൻ്റെ അനിയനായോണ്ട് പറയാനല്ല, അവൻ ദുഷ്ടനാ. ചത്തോട്ടെ. എന്താ
നിനക്ക് ഇത്രയും സ്നേഹിക്കുന്ന സഹോദരങ്ങളെ പോരെ, അതോ അവനെ തന്നെ വേണോ? ഇപ്പോഴത്തെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയില്ലേ സിദ്ധുവേട്ടാ. അച്ചുവിനെ സിദ്ധുവേട്ടനെ അറിയില്ല, കാശിയേട്ടനും അറിയില്ല. കാശിയേട്ടൻ പറയും പോലെ ഒന്നും അല്ല. അച്ചു കൊല്ലും ഇന്ദ്രനെ. എനിക്ക് ഇന്ദ്രനെ കളയായി സിദ്ധുവേട്ടാ. നിങ്ങൾക്ക് എന്നോടാ, അവൻ ഇന്ദ്രനെ കൊല്ലും. എനിക്ക് ഇന്ദ്രനെ കാണണം. പോ ഇന്ദ്രനെ വിളിച്ചോണ്ട് വാ. നിങ്ങൾ പണ്ടേ സഹോദരങ്ങൾ രണ്ടും അങ്ങനെയാണല്ലോ. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാന്ന് എനിക്ക് പോലും അറിയത്തില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഞാൻ പന്നിയെ ഞാൻ ഇതിനകത്തോട്ട് കയറ്റത്തില്ല. നീ കാണണ്ടോ, അവൻ അങ്ങനെ വന്ന് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, നാശം പിടിച്ചവനെ. അവൻ ചാവട്ടെ. ബാ സിദ്ധുവേട്ടാ, അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കും. കാശിയേട്ടാ ഇന്ദ്രനോട് വരാൻ പറ. അച്ചു വരല്ലേ അച്ചു, എന്നെ എന്തിനും ഒന്നും ചെയ്തില്ല അച്ചു. അച്ചു വരല്ലേ അച്ചു. അച്ഛനെ കൊണ്ടുപോകും, ഇന്ദ്രനെ കൊല്ലും. നിങ്ങൾ രണ്ടുള്ള ആരെങ്കിലും ആണോ ഈ ഇന്ദ്ര? അല്ല ഡോക്ടർ, എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാ. ഇത് കാശിനാഥ്, അകത്ത് കിടക്കുന്ന കാളിദാസിൻ്റെ ചേട്ടനാണ്, സ്വന്തം ചേട്ടൻ. ഞങ്ങളൊക്കെ കസിൻസാണ്. ഇന്ദിര അതാണ്, അവൻ്റെ ഹസ്ബൻഡാണ്. നേരത്തെ എന്നെ കാണാൻ വന്ന ആരായിരുന്നു? അലക്സ് അല്ലേ? നിങ്ങളല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ അവന് കുഞ്ഞിലെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അവന്റെ അച്ഛന്റെ മരണശേഷം വന്ന ഷോക്ക് വഴി എന്തോ ലിറ്റിൽ സ്പെഷ്യൽ ആയിട്ടൊക്കെ പെരുമാറിയെന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ ഒരു ചെറിയ തട്ടെങ്കിലും കിട്ടിയാൽ മതി. പല പ്രശ്നങ്ങളും ഉണ്ടാവും തലയ്ക്ക്. അതുകൊണ്ട് കൂടുതലായിട്ട് സ്ട്രെയിൻ എടുപ്പിക്കണ്ട. ഈ ഇന്ദിര ആരാന്ന് വെച്ചാൽ ഹസ്ബൻഡ് അല്ലേ? താൻ പോയി കാണാൻ നോക്ക്. ഐ മീൻ കൂടുതലായിട്ട് ഇതാക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. കാണാൻ പോകും കേട്ടോ. ഡോക്ടർ അങ്ങനെ പലതും പറഞ്ഞിട്ട് പോകും. ഇന്ദിരയെ കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല, കാണാൻ പറ്റത്തൂല്ല. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, ഇന്ദിര അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. കാശി ഒന്ന് അകത്തേറിയെന്നും പറഞ്ഞിപ്പോ എന്ത് സംഭവിക്കാനാ? അകത്ത് കിടക്കുന്ന ആവോന്ന് അടങ്ങട്ടെ. എടാ, ഇവർക്കൊന്നും അറിയില്ല, നമുക്ക് നന്നായിട്ടറിയാം. കൊണ്ടോടാത്ത സ്ഥലങ്ങളില്ല, അറിയാലോ. ആ പഴയ അവസ്ഥയിൽ വീണ്ടും കാണണം, ഒരു പ്രാന്തനെ പോലെ. വേണ്ടല്ലോ, പറഞ്ഞു വിട്. പോയി കണ്ടിട്ട് എന്താന്ന് വെച്ചാവട്ടെ. എന്നിട്ട് പിന്നീട് നമുക്ക് അവന്റെ കയ്യിൽ പോലും കൊടുക്കണ്ട. അച്ചു വന്നിട്ട് നമുക്ക് അവനെ കൊണ്ട് പോവാം. പറ്റത്തില്ല. റാമിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഈ നശിച്ചപ്പോ അവനെ കാണാൻ കേറണ്ട. കാശി, നീ ഒന്ന് അടങ്ങ്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇച്ചായ ഇത്രയും പറയണമെങ്കിൽ ഇതിനെന്തെങ്കിലും കാര്യം കാണത്തില്ലേ? നീ ഒന്ന് സമാധാനപ്പെട്. അവനൊന്ന് കയറി കണ്ടോട്ടെ. കണ്ടെന്നും പറഞ്ഞിപ്പോൾ എന്ത് ചെയ്യാനാ? അവനല്ലല്ലോ കാണണമെന്നും പറഞ്ഞ് നിൽക്കുന്നേ, കിച്ചു അല്ലേ? നീ അതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു കാര്യം തന്നോട് പറയാം. തന്റെ കൂട്ടുകാരെ എന്റെ അനിയനോട് കാണിച്ചതുപോലെ കൂടുതൽ അധികാരവും കൊണ്ട് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുത്. എന്റെ അനിയനല്ല ഞാൻ, അത് മറക്കണ്ട. പറ്റത്തില്ല എന്ന് കാശിനാഥ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. താനും അവനും ഒക്കെ കണക്കാം. ഇതൊക്കെ താൻ അറിഞ്ഞുകൊണ്ടാന്ന് എനിക്ക് അറിയാം. തന്നോട് എനിക്കിപ്പോ വെറുപ്പാടോ, വെറും വെറുപ്പ്. കാശി, എനിക്കും താല്പര്യമില്ല ഈ ഭാഗത്തേറി അവനെ കാണുന്നതിന്. പക്ഷെ കിച്ചുവിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പോ കേറട്ടേടാ. നിങ്ങളുടെ ഫാമിലി മാറ്ററാണ്. പക്ഷെ അകത്ത് കിടക്കുന്നവന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിൻ്റെ ഒരു അവകാശത്തിൽ പറയാം. കാശി, നിന്റെ അമ്മ അവനെ ഒന്ന് നേരെയാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട്. നിങ്ങൾ അവനെയും കൊണ്ട് എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന്, പോവാത്ത രാജ്യങ്ങളില്ല എന്നൊക്കെ ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം. ഇവിടെ നിൽക്കുന്നവർക്ക് പോലും അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പോയി കാണട്ടെ. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ ഭാഗത്ത് പോയിട്ട് ഒരു പൂടയും പറിക്കാൻ പോകുന്നില്ല. നീ സമാധാനപ്പെടും. ഈ കാണുന്ന കണക്കമായിരിക്കും ചിലപ്പോൾ അവൻ്റെ ലാസ്റ്റ് കണക്കം. അത് കഴിഞ്ഞാൽ നീ ഇവൻ കാണാൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇവനിനി വലയിട്ടരിച്ചാൽ പോലും അവനെ കാണാൻ കിട്ടത്തില്ല.
നീ സമാധാനപ്പെടും. നീ പോയി കാണണ്ടെന്നറി. നീ ഇനി എത്രയൊക്കെ കണ്ടാലും ഇതാ നിന്റെ അവസാനത്തെ കാണക്കം. ചെല്ലു. ചെന്ന് പോയി കണ്ടോ. ഇവിടെ നീ വീട്ടിൽ കാണിച്ച പോലത്തെ വേലത്തരങ്ങൾ ഇറക്കാനാണെങ്കിൽ ഇവരാ ആരാന്ന് നീ അറിയും. ഇവിടെ നിൽക്കുന്നവരെല്ലാം. മുത്തശ്ശ ഒരു മിനിറ്റ്, എന്നെ അച്ചു വിളിക്കുന്നുണ്ട്. ഞാൻ എന്താന്ന് ചോദിക്കട്ടെ. മുത്തശ്ശ വെളുപ്പിനെ വന്നതല്ലേ, നിങ്ങളങ്ങ് വീട്ടിൽ പോയിക്കോ. ആദ്യമേ നീ ഒരു കാര്യം ചെയ്യ്, നീയും അച്ഛനും മുത്തശ്ശനും കൂടെ അങ്ങ് വീട്ടിൽ പോയിക്കോ. ഞങ്ങളിവിടെ നിന്നോളാം. ആസി ഉണ്ടല്ലോ, പിന്നെ ഇതോ അവരൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പേരില്ലേ, നീ അവരെ കൊണ്ടങ്ങ് പോക്കോ. അല്ലെങ്കിൽ അത് കാശി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയാ നീ ഇങ്ങനെ നിന്നിട്ടും കാര്യമൊന്നുമില്ല. ആദം, നിന്റെ കൂട്ടുകാരൻ കാരണം നിന്നോട് അവന് ദേഷ്യവും വശവും കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് സിദ്ധുവേട്ടനും കൂടെ പോട്ടെ. എന്തിനാ ഇത്രയും പേര്? നിങ്ങൾ 4 പേരും അങ്ങ് വീട്ടിൽ പോയിക്കോ. റാമേട്ട എന്തായാലും വരുമെന്ന് തോന്നുന്നില്ല. ചെല്ല്. അതാ എനിക്കും തോന്നുന്നത് നല്ലതെന്ന്. ഇത്രയും പേര് ഇവിടെ നിന്നാലും ഹോസ്പിറ്റലിൻ്റെ കാർഡിൽ നിന്ന് വഴക്ക് കിട്ടും. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. നിങ്ങളങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളിവിടെ നിൽക്കാം. എന്തായാലും ഡോക്ടർ പറഞ്ഞു വെച്ചിട്ട് അവൻ അധികം കിടത്തത്തില്ല. ഞങ്ങൾ കാണാൻ കയറിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ എണീറ്റാണ് നിൽക്കുന്നത് അവിടെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. അവരൊക്കെ ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയതാണോ? അല്ലല്ല റാമേട്ടാ, അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. ഞാനും അഗിയും കൂടെ. ഇവിടെ ഇത്രയും പേര് നിന്നാൽ ആ ഡോക്ടർ വന്ന് വീണ്ടും വഴക്ക് പറയും. നേരത്തെ കൂടെ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും പേര് ഇവിടെ കൂടി നിൽക്കേണ്ട ആവശ്യമില്ലാന്ന്. വേറെ രോഗികളൊക്കെ ഉള്ളതല്ലേ. ഏതായാലും നമ്മളിത്രയും പേരും ഉണ്ടല്ലോ, പിന്നെ ഇതോ അവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്താ? അതേതായാലും നന്നായി. കിച്ചന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അഗി, അതൊന്നുമില്ലടാ. എടാ, രാത്രി ഒരു 7 മണിയുടെ ഫ്ലൈറ്റിലാണ് അച്ചു എത്തുന്നത്. ഞാൻ ഏതായാലും ഇവിടെ വേണം. ആസി അന്നേരം ആകുമ്പോൾ ഏതായാലും വീട്ടിൽ പോകത്തില്ലേ. പിന്നെ ഇവിടെ ഞാനും കാശി മാത്രമല്ലേ കാണത്തുള്ളൂ. പിന്നെ അവർ കാണും. എന്നാലും നമ്മളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും വേണ്ടേ? എടാ, നീ എത്തിപ്പോയി അച്ഛനെ വിളിച്ചോണ്ട് വരും എയർപോർട്ടിൽ നിന്ന്. അതിനെന്താ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആസി, നീ പോകുന്നെങ്കിൽ പൊക്കോടാ. ഞാനങ്ങ് തളർന്നു പോകുമ്പോൾ തോന്നിയപ്പോഴാണ് നിന്നെ വിളിച്ചത്. എനിക്ക് നിന്റെ അടുത്തുള്ള പോലെ ബന്ധം ഇവിടെ നിൽക്കുന്ന വേറെ ആരോടും ഇല്ലല്ലോടാ. ഇല്ല അഖിലേട്ടാ. ഞാൻ അഖിലേട്ടൻ അച്ചുവിനെ, അല്ലേ അങ്ങനെയല്ലേ പേര്, അവനെ എയർപോർട്ടിൽ വിളിക്കാൻ പോകുന്ന ടൈമിന് ഇവിടെ നിന്ന് പോവാം. അഖിലേട്ടൻ പറഞ്ഞ ശരിയാ. പോയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വാപ്പയെ അറിയാമല്ലോ. അപ്പം പോവാം. അതുവരെ ഞാൻ അഖിലേട്ടൻ്റെ കൂടെ തന്നെ കാണും. ഒറ്റയ്ക്കാക്കത്തില്ല. പിന്നെ അകത്ത് കിടക്കുന്ന എൻ്റെയും കൂടെ അനിയനല്ലേ അഖിലേട്ടാ. അവൻ പോയില്ലേ ആദമ്മ? റാമേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അകത്തുനിന്ന് അവനെ വല്ലതും ചെയ്താ ഞാനവനെ കൊന്നോളയും. എന്റെ ജീവനാ അകത്ത് കിടക്കുന്നത്. ഞാനിപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നീ ടെൻഷൻ ആവേണ്ട കാശി. ഇത്രയും പേര് പുറത്തേക്കുമ്പോൾ അവ ഒന്നും ചെയ്യില്ല. പിന്നെ ഇപ്പോൾ അവൻ തകർന്നാ നിൽക്കുന്നത്. അതിൻ്റെ അങ്ങേയറ്റം. എത്ര പേരാന്നറിയോ അവ ഇപ്പോൾ ഒറ്റയ്ക്കാ. ഒരു മനുഷ്യൻ ഒറ്റപ്പെടുന്നേക്കാളും വലിയ തകർച്ച ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഇന്ദ്ര, ഇന്ദ്ര, കിച്ചു, തലയൊക്കെ പൊട്ടിയതല്ലേ. നീ അവിടെ പോയി ഇരിക്കി. ഇങ്ങനെ എണീറ്റ് നടക്കുന്ന എന്തിനാ ഇപ്പൊ ഓടി വന്നേ? നീ ഇരുന്നേ. തലയൊക്കെ പൊട്ടിയതൊന്നും കുഴപ്പമില്ല ഇന്ദിര. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരെ പോവാം. അവിടെ പോയിട്ട് ഇന്ദിര എന്നെ അടിച്ചോ, എന്നെ എന്ത് വേണോ ചെയ്തോ, ആരും അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. അച്ചു വരും. അച്ചു വന്ന് എന്നെ കൊണ്ടുപോകും. ഇന്ദിരനെ അടിക്കും, കൊല്ലും. നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാം ഇന്ദിര. ആരും കാണണ്ട. ബാ. നിക്ക് കിച്ചു, അവിടെ ഇരിക്കുക. നിനക്ക് അച്ചുവിന് അത്രയ്ക്ക് പേടിയാ?
അവൻ അത്രയ്ക്ക് വലിയ ആളാണോ? അതൊക്കെ പോട്ടെ, വരട്ടെ, കൊല്ലട്ടെ, എന്തോ ചെയ്യട്ടെ. നിനക്ക് എന്നോടൊരു ദേഷ്യമില്ലേ? ദേഷ്യോ? എനിക്കോ? ഇന്ദിരയോടോ? എന്തിന്? അങ്ങനൊന്നുമില്ല ഇന്ദിര. എനിക്ക് ഇന്ദിരയോട് ഒരു ദേഷ്യമില്ല. എനിക്ക് ഇന്ദിരനെ ഒരുപാട് ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടം. ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇന്ദിരയെ കളയത്തില്ല. പക്ഷെ ഇപ്പം ഇവിടെ നിൽക്കേണ്ട ഇന്ദിരയ്ക്ക് അച്ഛനെ അറിയത്തില്ല. അച്ഛൻ എന്നെ ഒന്നും ചെയ്യൂല. പക്ഷെ ഇന്ദിരനെ വേണ്ട. ഇന്ദിര, നമുക്ക് പോവാം. കിച്ചു എന്ന് കേട്ടോ, അച്ഛൻ എന്നെ ഒന്നും ചെയ്യില്ല, പോരെ? ഇന്ദിരയല്ലേ പറയുന്നേ, ഒന്നും ചെയ്യില്ല. ഒന്നുമില്ലേലും കിച്ചു ഇത്രയും സ്നേഹിക്കുന്ന ആളല്ലേ ഇന്ദിര. അപ്പോ അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളെ അച്ഛൻ ഒന്നും ചെയ്യില്ല, കേട്ടോ? സമാധാനായിട്ടിരിക്കുക, കിടക്കുക. ഇന്ദിര പുറത്താണ് കേട്ടോ. ഇന്ദിര, ഇവിടുന്ന് പോവല്ലേ, പുറത്ത് തന്നെ കാണണേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ ഇന്ദിര. അച്ചു വന്ന് വിളിച്ച പോവല്ലേ അവൻ്റെ കൂടെ. അവൻ എന്നെ ഇഷ്ടം, ഈ ലോകത്ത് എന്നെ മാത്രം. എനിക്ക് വേണ്ടി അവൻ നിന്നെ കൊല്ലും. പോവല്ലേ ഇന്ദിര. പോവില്ല. അല്ല, അപ്പോ നിനക്കാരെ ഇഷ്ടം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ? അച്ചുനെ. പക്ഷെ എനിക്ക് ഇന്ദിരനെ ഇഷ്ടമല്ലേ. എനിക്കെല്ലാവരും വേണം. അച്ചുവിൻ്റെ കൂടെ പോവല്ലേ ഇന്ദിര. ഇല്ല, പോവില്ല. നീ പോയി അവിടെ അടങ്ങിയിരിക്കും, ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാതെ, കേട്ടോ? റെസ്റ്റ് എടുക്കും. പുറത്താണേ, ചെല്ലും. ഞാൻ വീട്ടിലോട്ട് പോവാം. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ലോകത്ത് എനിക്ക് ഒട്ടും വിശ്വാസവും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാൾ നീയാ. രാമേട്ടൻ മാറ്, ഞാൻ പോയി നോക്കട്ടെ അവനെ. എന്നാ വീട്ടിലോട്ട് പൊക്കോ. പോയി 3 നേരം ഉഷ്ടാംഗം തിന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെങ്കിലും നടക്കട്ടെ, അല്ലാണ്ട് നിന്നെക്കൊണ്ട് നല്ലതിനൊരു ഉപയോഗമില്ലല്ലോ. അഗിയേട്ടാ, വേണ്ട, വിട്ടേക്ക്. സംസാരിക്കാൻ പോലും അറപ്പ് കാണിക്കേണ്ട ജന്മവാ അത്. നോക്ക് പോലും ചെയ്യരുത് ആ മുഖത്തോട്ട്. വാ. സാറാമ്മ, രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ആയില്ലേ? ഞാൻ വന്നത് ഇനി എല്ലാവരും ഇവിടെ ആയിരിക്കും. എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും. സാറാമ്മയുടെ സഹായത്തിന് 2 സ്റ്റാഫ്സിനും കൂടെ നാളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. കുറച്ച് നാളത്തേക്ക് എല്ലാവരും ഇവിടെ തന്നെ കാണും. അതെ മോനെ കിച്ചു മോനെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ കൊച്ചിന്? ഇല്ല, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വിടും, ചിലപ്പോഴല്ല വിടും. പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. മനസ്സിനുള്ള മുറിവൊന്നും ശരീരത്തിലില്ല, അതറിഞ്ഞാൽ പോരെ. കുഞ്ഞെ, എനിക്കറിയാം ഇന്ദിര കുഞ്ഞിൻ്റെ കൂട്ടുകാരനാണ്. നിങ്ങൾ നല്ല അടുപ്പത്തിലാണെന്നറിയാം. എന്നാലും പറഞ്ഞ് മനസ്സിലാക്കണേ കുഞ്ഞെ, ഇങ്ങനെയൊന്നും ആരെയും ഉപദ്രവിക്കരുതെന്ന്. കഴിഞ്ഞ 3 ആഴ്ച ഞാനിവിടെ കണ്ടത് വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന 2 പേരെയല്ല, ഒരു അടിമേനെ, ഒരു കന്നാലിയെ അതിൻ്റെ യജമാനെ എങ്ങനെ ഉപദ്രവിക്കോ അതുപോലെ ചെയ്യുന്നതാ. കണ്ടിട്ട് സഹിച്ചില്ല. ചോദിക്കാൻ പറ്റില്ലല്ലോ, അല്ല അർഹതയില്ലല്ലോ. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞേക്കണേ. അവൻ ചെയ്തതിന് ദൈവം അവന് കൊടുക്കും ആൻറ്റി. സാറാമ്മ എന്നാ ജോലിയൊക്കെ ഒതുക്കിയിട്ട് പോകാൻ നോക്ക്. നേരത്തെ വീട്ടിൽ പോകണ്ടേ? സമയം ഇപ്പം തന്നെ 6 മണിയായി. ശരി എന്നാ. ശരി കുഞ്ഞെ. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചിനൊരു കുഴപ്പവും വരുത്തരുതേ. അതാർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതിനൊന്ന് നല്ലത് മാത്രം നീ കൊടുക്കണേ.